നമ്മുടെ കമ്പ്യൂട്ടറിലെ ഉപയോഗശൂന്യമായിട്ടുള്ള ഫയൽസ് കണ്ടെത്തി ഡിലീറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ബ്ലീച്ച്ബിറ്റ്. ബ്ലീച്ച്ബിറ്റ് വന്നിട്ട് ലിനക്സിനും വിൻഡോസിനും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ബ്ലീച്ച്ബിറ്റ് ഉബുണ്ടു ലിനക്സിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്നത് വിൻഡോസ് ആണെങ്കിൽ ബ്ലീച്ച്ബിറ്റിൻ്റെ ഡൗൺലോഡ് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും വെബ്സൈറ്റ് സന്ദർശിച്ച് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ബ്ലീച്ച്ബിറ്റ് വന്നിട്ട് ഒരു ഫ്രീ ആയിട്ടുള്ളതും ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ബ്ലീച്ച്ബിറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിനാദ്യം എന്ത് ചെയ്യണം, ടെർമിനൽ ഓപ്പൺ ചെയ്യണം. കൺട്രോൾ ഓൾട്ട് ടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ടെർമിനൽ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. ഓക്കെ, ശേഷം ടൈപ്പ് ചെയ്യുക sudo apt update, എന്നിട്ട് എൻ്റർ കൊടുക്കാം. പാസ്വേഡ് ചോദിക്കും, പാസ്വേഡ് ടൈപ്പ് ചെയ്യാം. അപ്പോൾ പലരും ചോദിച്ചേക്കാം എന്തിനാണ് ഈ ഒരു കമാൻഡ് റൺ ചെയ്തെന്നുള്ളത്. ഇത് വഴി നമുക്ക് ഉറപ്പിക്കാൻ പറ്റും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്ന ബ്ലീച്ച്ബിറ്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷൻ ആണെന്നുള്ളത്. ഓക്കെ, ഞാൻ ഈ കമാൻഡിനെ പറ്റി ഒത്തിരി വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഞാൻ പറഞ്ഞ് വെറുതെ വീഡിയോ വലിച്ചു നീട്ടുന്നില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ആ കമാൻഡ് റൺ ചെയ്ത് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്കിത് ക്ലിയർ ചെയ്യാം കേട്ടോ. ക്ലിയർ ചെയ്യാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി വൃത്തിയായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ശേഷം ടൈപ്പ് ചെയ്യുക sudo apt install bleachbit, എന്നിട്ട് എൻ്റർ കൊടുക്കുക. ഓക്കെ, അപ്പോൾ വളരെ ചെറിയൊരു സൈസാണ് കേട്ടോ. ഏകദേശം 500 KB കണ്ടേ വരുന്നുള്ളൂ. പെട്ടെന്ന് തന്നെ ഡൗൺലോഡായി ഇൻസ്റ്റാൾ ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പം ബ്ലീച്ച്ബിറ്റ് ഇൻസ്റ്റാൾ ആയിരിക്കുകയാണ്. നമുക്ക് ടെർമിനലിൽ നിന്ന് തന്നെ നമുക്ക് ബ്ലീച്ച്ബിറ്റ് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ബ്ലീച്ച്ബിറ്റ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ ടെർമിനലിൽ നിന്ന് തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാവുന്നേ ഉള്ളൂ. ഇപ്പം ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ടെർമിനൽ ക്ലോസ് ചെയ്യാൻ പോവാണ്. നമുക്ക് അല്ലാതെ എന്താണ് ആക്ടിവിറ്റീസ് ചെന്നിട്ട്, ഓക്കെ, നമ്മുടെ ലാപ്ടോപ്പിൻ്റെ ചാർജ്, ഓക്കെ, അപ്പം ലാപ്ടോപ്പിൻ്റെ ചാർജ് ഒന്ന് ചെറുതായിട്ട് തീർന്നു പോയതാണ്, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ആക്ടിവിറ്റീസ് വന്നിട്ട് നമുക്ക് ഇവിടുന്ന് എന്താണ് ബ്ലീച്ച്ബിറ്റ് എന്ന് സെർച്ച് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പം നമുക്ക് ഇങ്ങനെയും ലോഞ്ച് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ എന്തിനാണ് ഈ ആക്ടിവിറ്റീസിൽ നിന്ന് സെർച്ച് ചെയ്യുന്നത് അറിയോ? ഒരു കാര്യം കാണിക്കാനാണ്. ബ്ലീച്ച്ബിറ്റ് ഇവിടെ വന്നിട്ട് നമുക്ക് 2 എണ്ണം കാണിക്കുന്നുണ്ട്. അപ്പോൾ പലരും ചോദിച്ചാൽ ഇതെന്താണ് 2 ബ്ലീച്ച്ബിറ്റ് ഇൻസ്റ്റാൾ ചെയ്താണോ എന്ന്. ഒരിക്കലും അല്ല, ഒരു സാധാരണ ബ്ലീച്ച്ബിറ്റും പിന്നെ ബ്ലീച്ച്ബിറ്റ് ആസ് റൂട്ട് എന്ന് പറയുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിലെ ചില ഫയൽസുകളൊക്കെ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റൂട്ട് പെർമിഷൻ വേണ്ടി വരും. ഓക്കെ, അതിനുവേണ്ടിയാണ് ആസ് റൂട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കിടക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് സാധാരണ ബ്ലീച്ച്ബിറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് അതിനകത്തുള്ളതെന്നുള്ളത്. ഓക്കെ, അപ്പം അത് ക്ലിക്ക് കൊടുക്കുക. ഓക്കെ, ഇതാ ബ്ലീച്ച്ബിറ്റ് ഓപ്പൺ ആയിരിക്കുകയാണ്. ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതാ ഇങ്ങനെ പ്രിഫറൻസസ് എന്ന് പറഞ്ഞ കാണിക്കും. നമുക്കിത് ക്ലോസ് ചെയ്യാം. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ബ്ലീച്ച്ബിറ്റ്. ഓക്കെ, ഇവിടെ ക്ലീൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, പ്രിവ്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം നമുക്കിവിടെ കുറേ കാണിച്ചിട്ടുണ്ട് അല്ലേ. ഇവിടെ ഫയർഫോക്സ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ ഫയർഫോക്സ് അല്ലാതെ തന്നെ ഗൂഗിൾ ക്രോം ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗൂഗിൾ ക്രോമിൻ്റെ ഒക്കെ ഇവിടെ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഇതിനകത്ത് ഫയർഫോക്സ് മാത്രമാണ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. അപ്പോൾ ഫയർഫോക്സ് മാത്രമാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഫയർഫോക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്യാഷെ ഫയൽസോ അങ്ങനെയുള്ള ആവശ്യമില്ലാത്ത ഫയൽസൊക്കെ ഡിലീറ്റ് ആവുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ ടിക്ക് കൊടുത്തപ്പോൾ ഇവിടെ ചെറിയൊരു വാർണിംഗ് മെസ്സേജ് വന്നിട്ടുണ്ട്. ദിസ് ഓപ്ഷൻ വിൽ ഡിലീറ്റ് യുവർ സേവ്ഡ് പാസ്വേഡ്സ് എന്ന് പറഞ്ഞുകൊണ്ട്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഫയർഫോക്സിനകത്തുള്ള പാസ്വേഡ്സ് ഡിലീറ്റ് ചെയ്യുന്നതാണ് ഒരു ഓപ്ഷൻ. ഇതിലേതോ ഒരു ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യുമെന്നുള്ളതാണ്, അതായത് പാസ്വേഡ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല, ഡിലീറ്റ് ചെയ്തോ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ക്യാൻസൽ കൊടുത്താൽ എന്ത് ചെയ്യും, ആ ടിക്ക് വീഴത്തില്ലാണ്ടല്ലേ, പാസ്വേഡ്സ് എന്ന ഓപ്ഷനിൽ ടിക്ക് വീഴത്തില്ല. അങ്ങനെ ഓരോ ഓപ്ഷൻസ് ഉപയോഗിക്കുന്നുണ്ട്. അതിനകത്ത് എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടെങ്കിൽ നമുക്കവിടെ ഒരു വാർണിംഗ് മെസ്സേജ് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആലോചിക്കുക അത് ഡിലീറ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ചില ഓപ്ഷൻസുകൾ, ചില ഫയൽ, ഇത് ഉദാഹരണത്തിന് ഇപ്പോൾ ഈ ആപ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്, അങ്ങനെ ചിലതൊക്കെ ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റൂട്ടായിട്ട് എന്താണ് ബ്ലീച്ച്ബിറ്റ് റൺ ചെയ്യേണ്ടി വരും. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞ ബ്ലീച്ച്ബിറ്റ് ആസ് റൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല. അപ്പം ഇത്രേ ഉള്ളൂ കാര്യം. ടിക്ക് കൊടുത്ത ശേഷം എന്താ ഇവിടെ ക്ലീൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടല്ലേ, അത് ക്ലിക്ക് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ചെറിയൊരു വിൻഡോ വരും. ഡിലീറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് കൊടുക്കുക. അപ്പം ദാ ഡിലീറ്റ് ആകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാ കുറേ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. വലുതായിട്ടൊന്നും സ്പേസ് ഒന്നും ലാഭിച്ചിട്ടില്ല. ഇവിടെ നമുക്ക് കാണുന്നുണ്ടല്ലേ ഡിസ്ക് സ്പേസ് റീകവേർഡ് 0 ബൈറ്റ് എന്നാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം കാര്യമായിട്ടൊന്നുമില്ല. പക്ഷേ നിങ്ങൾ സാധാരണ രീതി ഫയർഫോക്സിനകത്ത് ഒത്തിരി വെബ്സൈറ്റൊക്കെ സന്ദർശിച്ചുണ്ടായിരിക്കും. ക്ലീൻ ചെയ്താൽ വെച്ചിരിക്കുകയാണെങ്കിലൊക്കെ ഇപ്പോൾ നമ്മൾ നല്ല ക്ലീൻ നടത്തുകയാണെങ്കിൽ നല്ലൊരു സ്പേസ് തിരിച്ചു കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ്. ഇപ്പം ഇഷ്ടംപോലെ നമുക്കിവിടെ ഓപ്ഷൻസ് ഉണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം ഞാനതൊന്നും പറഞ്ഞ് വീഡിയോ വളരെ ലെങ്തി ആയിട്ട് കൊണ്ടുപോകുന്നില്ല. പിന്നെ ഉള്ളത് പ്രിവ്യൂ ക്ലീൻ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് അല്ലേ. ക്ലീൻ എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ഇപ്പോൾ ഉപയോഗിച്ചു. പ്രിവ്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ എന്താണെന്നറിയോ, നമ്മൾക്ക് ഈ ടിക്ക് കൊടുത്തിട്ടുണ്ടല്ലോ, നമുക്ക് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും, അതായത് എന്തൊക്കെയാണ് ഡിലീറ്റ് ചെയ്ത് കളയുന്നത്, അതിൻ്റെ ഒരു ചെറിയ പ്രിവ്യൂ പോലെ കാണിച്ചു. അതാണ് ഈ ഒരു പ്രിവ്യൂ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം പ്രിവ്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ
എന്തൊക്കെയാണ് ഡിലീറ്റ് ചെയ്യാൻ പോകുന്നത്, എത്ര സ്പേസ് ലാഭിക്കാൻ പറ്റും എന്നൊക്കെയാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ കാര്യം. പിന്നെ ഇവിടെ അബോർട്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ക്ലീനിങ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ പ്രിവ്യൂ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോഴോ ഒക്കെ ഇടയ്ക്ക് വെച്ച് നിർത്താൻ വേണ്ടിയാണ് അബോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സാധാരണ രീതിയിൽ അത് ക്ലിക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ഒരു ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ അത്രയാണ് കാര്യങ്ങൾ വരുന്നത്. പിന്നെ എന്തൊക്കെയാണ് ബ്ലീച്ച്ബിറ്റിനകത്ത് അഡീഷണൽ ആയിട്ട് വരുന്ന കാര്യങ്ങൾ, അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ഇവിടെ ഈ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഷ്രെഡ് ഫയൽസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. എന്താണ് ഷ്രെഡ് ഫയൽസ്? ഈ ഷ്രെഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ കാര്യം. സാധാരണ രീതിയിൽ നമ്മൾ ഒരു ഫയൽ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ എന്താണ് പറ്റുന്നത്, അത് നമുക്ക് റീകവറി പ്രോഗ്രാം ഉപയോഗിച്ച് റീകവർ ചെയ്യാൻ പറ്റും. അതേസമയം ഷ്രെഡ് ചെയ്ത് കളയുകയാണെങ്കിൽ ആ ഫയൽ റീകവർ ചെയ്യാനുള്ള സാധ്യത വളരെ തീരെ കുറവായിരിക്കുമെന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതിനുള്ള ഓപ്ഷനാണ് ഷ്രെഡ് ഫയൽസ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറച്ച് പ്രൈവസി കാര്യങ്ങളൊക്കെ അവർ കാര്യമായിട്ട് എടുത്തിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ഷ്രെഡ് ഫയൽസ് എന്ന് പറയുന്ന ഓപ്ഷനെ ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണോ നമ്മുടെ ഫയൽസ് കിടക്കുന്നത് അത് നമുക്ക് ഷ്രെഡ് ചെയ്യാവുന്നതാണ്. അല്ലേ, ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു ഫയൽ കണ്ടു, ഈ ഒരു ഫയലാണ് എനിക്ക് കളയേണ്ടത്. ഞാനിവിടെ ആ ഫയൽ സെലക്ട് ചെയ്തു, ഡിലീറ്റ് കൊടുത്തു. ശേഷം ഒരു ഓപ്ഷൻ വന്നിരിക്കുകയാണ്, ഡിലീറ്റ് ചെയ്യണോ വേണ്ടോ എന്ന് ചോദിച്ചിരിക്കുകയാണ്. ഡിലീറ്റ് കൊടുത്തു, അത് ഡിലീറ്റായി പോകുന്നതായിരിക്കും. ഇനി ആ ഫയൽ റീകവർ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ, റീകവറി പ്രോഗ്രാംസ് വെച്ച് റീകവർ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ കിട്ടാനുള്ള സാധ്യത വളരെ തീരെ കുറവാണ്, കിട്ടത്തില്ലെന്ന് തന്നെ പറയാം. ഇപ്പം ബ്ലീച്ച്ബിറ്റ് എന്ന പ്രോഗ്രാം ഡെവലപ്പ് ചെയ്തവർ പറയുന്നത് നിങ്ങൾക്ക് ഒരിക്കലും റീകവർ ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഓക്കെ, പിന്നെ ഷ്രെഡ് ഫോൾഡേഴ്സ് എന്നുള്ളതാണ്. അതെന്താണ്, നമ്മളൊരു ഫോൾഡർ സെലക്ട് ചെയ്തിട്ട് അത് മൊത്തം ആ ഫോൾഡറിലുള്ള ഫയൽസ് മൊത്തമായിട്ട് ഷ്രെഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. പിന്നെ ഉള്ള ഒരു ഓപ്ഷനാണ് ഷ്രെഡ് പാത്സ് ഫ്രം ക്ലിപ്പ് ബോർഡ് എന്നുള്ളത്. അത് എന്താണെന്നറിയോ, വളരെ സിമ്പിളാക്കി ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഡൗൺലോഡ്സിനകത്തോട്ടൊന്ന് പോകാം. ഓക്കെ, ഇവിടെ 2 ഫയൽ കിടപ്പുണ്ട് അല്ലേ. ഇതിപ്പോൾ ഞാൻ റൈറ്റ് ക്ലിക്ക് കൊടുത്ത് കോപ്പി എടുത്തോണ്ടല്ലോ, ഇതിങ്ങനെ കോപ്പി ഇങ്ങനെ കിടക്കുകയാണ്, നമ്മുടെ കാണാതെ കിടക്കുകയാണ്, അദൃശ്യനായിട്ട് കിടക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് റൈറ്റ് ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ പേസ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ, കണ്ടില്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ പലയിടത്തായിട്ട് പേസ്റ്റ് ചെയ്യാം, ഇവിടെ തന്നെ വേണമെങ്കിൽ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പം മറ്റൊരു കോപ്പി കൂടി ഉണ്ടായി. അപ്പം ഇങ്ങനെ കോപ്പി ചെയ്യുന്നുണ്ട്, ഇതാണ് ക്ലിപ്പ് ബോർഡിലോട്ട് വന്ന് കിടക്കുകയാണ്, അദൃശ്യമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്, കോപ്പിയിൽ കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഷ്രെഡ് പാത്സ് ഫ്രം ക്ലിപ്പ് ബോർഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് കൊടുത്തിട്ട് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്താൽ ആ ഒരു ഫയൽ ഡിലീറ്റ് ആയി പോകുന്നതായിരിക്കും, കണ്ടില്ലേ. അപ്പോൾ നമ്മളിപ്പോൾ കോപ്പി ഉണ്ടാക്കിയ ഫയൽ പോവാണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടി കോപ്പി എടുത്തു, റൈറ്റ് ക്ലിക്ക് കൊടുത്തു, കോപ്പി എടുത്തു. ഈ ഓപ്ഷൻ പിന്നെ ഉപയോഗിക്കാൻ പോവാണ്. ഷ്രെഡ് പാത്സ് ഫ്രം ക്ലിപ്പ് ബോർഡ്. ശേഷം ഡിലീറ്റ് കൊടുത്തു, ഇതാണ്ടില്ലേ, അത് ഡിലീറ്റ് ആയിപ്പോയി. ഓക്കെ, അപ്പോൾ അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഷ്രെഡ് പാത്സ് ഫ്രം ക്ലിപ്പ് ബോർഡ്. ഇപ്പോൾ ഇനി കോപ്പി അല്ലാതെ നിങ്ങൾ കട്ട് ചെയ്താലും അതൊക്കെ തന്നെയാണ് നടക്കുക. ഷ്രെഡ് പാത്സ് ഫ്രം ക്ലിപ്പ് ബോർഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതാണ്ടില്ലേ. ഓക്കെ, അപ്പോൾ ക്ലിപ്പ് ബോർഡിൽ പാത്സ് ഉണ്ടെങ്കിൽ അത് ഷ്രെഡ് ചെയ്യുമെന്നാണ് അവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ആ ഒരു കാര്യം. പിന്നെ ഉള്ളത് വൈപ്പ് ഫ്രീ സ്പേസ് എന്നുള്ളതാണ്. എന്താണ് വൈപ്പ് ഫ്രീ സ്പേസ്? സാധാരണ രീതിയിൽ നമ്മളിപ്പോൾ ഷ്രെഡ് ചെയ്യാൻ പഠിച്ചല്ലേ, അല്ലാതെ തന്നെ നമ്മൾ സാധാരണ രീതിയിൽ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരിക്കും ഫയൽസ് അല്ലേ. അപ്പോൾ അങ്ങനെ ഡിലീറ്റ് ചെയ്ത ഫയൽസ് റീകവർ ചെയ്യേണ്ട എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു ഓപ്ഷനാണ് വൈപ്പ് ഫ്രീ സ്പേസ്. ഓക്കെ, എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ പറഞ്ഞുതരാം. പ്രോപ്പർട്ടീസ് എടുക്കാം. നമുക്ക് ഏകദേശം 6.8 GB ഉണ്ടല്ലേ. ഇതിനകത്ത് നേരത്തെ എന്തെങ്കിലും ഫയൽസ് ഉണ്ടായിരുന്നു കാണും, ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് കാണും അല്ലേ. അപ്പോൾ ഈ ഓപ്ഷൻ എന്ത് ചെയ്യുമെന്നറിയോ, അവിടെ ചുമ്മാതെ നമ്മളിപ്പോൾ ഒരു ഫോൾഡർ സെലക്ട് ചെയ്താൽ മാത്രം മതി, ഏതെങ്കിലും ഒരു ഫോൾഡർ സെലക്ട് ചെയ്യാൽ മതി. അതായത് ഏത് പാർട്ടീഷനകത്താണോ നിങ്ങൾ ഫ്രീ സ്പേസ് വൈപ്പ് ചെയ്യേണ്ടത് ആ പാർട്ടീഷനകത്ത് ഏതെങ്കിലും ഒരു ഫോൾഡർ സെലക്ട് ചെയ്താൽ മതി. ശേഷം ഇതെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ചുമ്മാ കുറേ ഡംപ് ഫയൽസ്, ചുമ്മാ കുറേ ഒന്നുമില്ലാത്ത ഫയൽസ് ഇങ്ങനെ ചുമ്മാ റൈറ്റ് ചെയ്തങ്ങ് പോകും. റൈറ്റ് ചെയ്ത് ഷ്രെഡ് അതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയും. ഓക്കെ, അതുവഴി നിങ്ങൾക്ക് ഒറിജിനൽ അതിന് മുമ്പ് എന്തെങ്കിലും ഫയൽ അതിനകത്ത് ഉണ്ടായിരുന്നെങ്കിൽ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത് റീകവർ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അത് സാധിക്കത്തില്ല എന്നാണ് ഈ ഡെവലപ്പേഴ്സ്, ബ്ലീച്ച്ബിറ്റിൻ്റെ പ്രോഗ്രാമിൻ്റെ ഡെവലപ്പേഴ്സ് പറയുന്നത്. അതായത് നിങ്ങൾ ഈ വൈപ്പ് ഫ്രീ സ്പേസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആ ഡിലീറ്റ് പോയ ഫയൽസ് ഒന്നും റീകവർ ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, അതിനുള്ളതാണിത്. അതായത് നിങ്ങൾക്ക് പെൻഡ്രൈവ് ഒക്കെ എടുത്ത് കുത്തിയിട്ട് അതിനകത്തുള്ള ഫ്രീ സ്പേസൊക്കെ നമുക്കങ്ങനെ വൈപ്പ് ചെയ്യാവുന്നതാണ്. പിന്നെ അത് റീകവർ ചെയ്യാനേ പറ്റത്തില്ല, റീകവറി പ്രോഗ്രാം ഉപയോഗിച്ചിട്ട് റീകവർ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ അത്രയാണ്. പിന്നെ ഉള്ളതാണ് മേക്ക് ഷാഫ് എന്ന് പറയുന്നത്. മേക്ക് ഷാഫ് എന്താണെന്നറിയോ,
ഇങ്ങനെ തന്നെ റീകവറി ചെയ്യാൻ ശ്രമിക്കുന്നതല്ല. അതായത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തെങ്കിലും ഫയൽസ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു, ആരെങ്കിലും അത് റീകവർ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അവരെ ഒന്ന് വട്ടം ചുറ്റിക്കാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷനാണ് മേക്ക് ഷാഫ് എന്ന് പറയുന്ന ഓപ്ഷൻ. ഇതെന്തോ എന്നറിയോ, ചുമ്മാതെ കുറേ ഡംപ് ഡോക്യുമെൻറ്റ്സ് ഉണ്ടാക്കിയിടും. അതിനകത്ത് കുറച്ച് ഡേറ്റ ഉണ്ട് കേട്ടോ. 2600 മാഗസിൻ എന്നും പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. പിന്നെ ഹിലറി ക്ലിൻ്റൺസ് ഇമെയിൽസ് ഉണ്ട്. അപ്പോൾ അവരുടെ എന്തൊക്കെയോ ഡേറ്റ ഉണ്ട്. അപ്പോൾ ആ ഡേറ്റ എല്ലാം വെച്ച് ചുമ്മാ കുറേ ഡോക്യുമെൻറ്റ്സ് ഉണ്ടാക്കിയിട്ട് ചുമ്മാ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയും. അത്രേ ഉള്ളൂ കാര്യം. ഇപ്പോൾ എത്ര ഫയൽസ് ഉണ്ടാക്കണമെന്ന് ഇവിടെ നമുക്ക് തീരുമാനിക്കാൻ പറ്റും. എവിടെ ഇത് ഉണ്ടാക്കണമെന്ന് തീരുമാനിക്കാൻ പറ്റും. കണ്ടില്ല, ഈ ഒരു ഫോൾഡർ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എവിടെ ഏത് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ പറ്റും. പിന്നെ ഉണ്ടാക്കിയ ശേഷം അത് ഡിലീറ്റ് ചെയ്ത് കളയണോ, പിന്നെ അല്ല ഡിലീറ്റ് ചെയ്യണ്ട എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാൻ പറ്റും. ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം നോക്കുക, ഡിലീറ്റ് വിത്തൗട്ട് ഷ്രെഡിങ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. അതെന്താണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്? അപ്പോൾ നമ്മൾ ഷ്രെഡ് ചെയ്ത് ഡിലീറ്റ് ചെയ്തിട്ട് അത് കാര്യമില്ലല്ലേ. സാധാരണ രീതിയിൽ ഇങ്ങനെ ഡിലീറ്റ് ചെയ്തെങ്കിൽ ഈ റീകവർ ചെയ്യുന്നവന്മാരെ എന്താണ് വട്ടം കളിപ്പിക്കാൻ പറ്റും. അപ്പോൾ അതിനാണ് ഷ്രെഡ് ചെയ്യാതെ തന്നെ ചുമ്മാ ഡിലീറ്റ് ചെയ്ത് കളയുന്നത്. അതായത് അവർ റീകവർ ചെയ്യാൻ നോക്കുമ്പോൾ എന്തായിരിക്കും, ഈ ഡോക്യുമെൻറ്റ്സ് ആയിരിക്കും അവർക്ക് കിട്ടുന്നത്. അവർ അതിനകത്ത് കിടന്ന് വട്ടം കളിക്കും എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഇത്രയും ഓപ്ഷൻസൊക്കെ നിങ്ങൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ മേക്ക് ഫയൽസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ ഇവിടെ കുറച്ച് ഡേറ്റ ഡൗൺലോഡ് ചെയ്യാനുണ്ടെന്ന് പറയും. നമ്മൾ എന്ത് ചെയ്യണം, ഓക്കെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ എന്താണെന്ന് അറിയാം, ഈ ബ്ലീച്ച്ബിറ്റ് ഓൺലൈനിൽ നിന്നും കുറച്ച് ഡേറ്റ ഡൗൺലോഡ് ചെയ്യും. അപ്പോൾ ഇടയ്ക്കൊക്കെ ചിലപ്പോൾ ഒന്ന് റെസ്പോണ്ടിങ് ആവുന്നില്ല എന്ന് പറയും. അത് പേടിക്കേണ്ട, വെയിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ കൊടുത്ത് കുറച്ച് നേരം കാത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ആ ഡേറ്റ ഡൗൺലോഡ് ചെയ്ത് ഇപ്പോൾ ഫയൽസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ക്രിയേറ്റ് ചെയ്ത ശേഷം എന്താണ്, അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ ഫയൽസ് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഡൗൺലോഡ്സിനകത്ത് നമുക്ക് ആ ഫയൽസ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് എത്ര ഫയൽസ് വേണം, ഒരു 10 മതി അല്ലേ. 10 ടൈപ്പ് ചെയ്യാം. ശേഷം എന്താണ്, ഈ ഓപ്ഷൻ മാറ്റാം, ഡു നോട്ട് ഡിലീറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കാം. എന്നിട്ട് മേക്ക് ഫയൽസ് കൊടുക്കാം. ശേഷം നമുക്ക് ഡൗൺലോഡ്സിനകത്ത് നിന്ന് നോക്കാം എന്താണ് അവിടെ ക്രിയേറ്റ് ചെയ്ത് ഇട്ടിരിക്കുന്നത് എന്നുള്ളത്. കണ്ടില്ലേ, ഇവിടെ കുറേ ടെക്സ്റ്റ് ഫയൽസാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കണ്ടില്ലേ, എന്തോ കാര്യമായിട്ട് എന്തൊക്കെയോ എഴുതി വെച്ചേക്കുന്ന പോലെ ഉണ്ട്. കണ്ടില്ലേ, ഇപ്പോൾ ആരായാലും കണ്ടു കഴിഞ്ഞാൽ ഓർക്കും എന്തോ കാര്യമായിട്ടുണ്ട് എന്ന് ചിന്തിച്ചു. ഓക്കെ, അപ്പം നമുക്ക് എന്താണ് ഇത് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇവിടെ നിന്ന് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട ഷ്രെഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിച്ച് ഡിലീറ്റ് ചെയ്ത് കളയാവുന്നേ ഉള്ളൂ. ഷ്രെഡ് ഫയൽസ് എടുത്തിട്ട് നമുക്കിപ്പോൾ ഡൗൺലോഡ്സ് എടുത്ത് ഫുള്ള് സെലക്ട് ചെയ്ത് ഡിലീറ്റ് കൊടുക്കാവുന്നേ ഉള്ളൂ. എന്നിട്ട് അതും നമുക്ക് ഷ്രെഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ കാര്യം. അപ്പോൾ അതാണ് മേക്ക് ഷാഫ്. ഓക്കെ, ഷാഫ്. പിന്നെ ഉള്ളത് ഷ്രെഡ് സെറ്റിങ്സ് ആൻഡ് ക്വിറ്റ് എന്ന് പറയുന്നുള്ള ഓപ്ഷനാണ്. എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത് അറിയാമോ? ഈ ബ്ലീച്ച്ബിറ്റ് എന്തായാലും കുറേ സെറ്റിങ്സ് ഫയൽ എന്തായാലും സേവ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അടുത്ത പ്രാവശ്യം നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും കുറച്ച് മാറ്റങ്ങൾ, നേരത്തെ വരുത്തിയ മാറ്റങ്ങൾ സൂക്ഷിക്കുന്നുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഈ മാറ്റങ്ങൾ സൂക്ഷിക്കുന്ന സെറ്റിങ്സ് ഫയൽ ഡിലീറ്റ് ചെയ്ത് കളയാനാണ്. അതായത് ഷ്രെഡ് ചെയ്ത് കളഞ്ഞ് ഡിലീറ്റ് ചെയ്യാനാണ്. ഈ ആപ്ലിക്കേഷൻ അങ്ങ് എന്താണ് ക്ലോസ് ചെയ്യാമെന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലീച്ച്ബിറ്റ് അങ്ങ് ക്ലോസ് ആയി പോകുന്നതായിരിക്കും. ഓക്കെ, അതായത് അതിൻ്റെ സെറ്റിങ്സ് ഫയൽസ് എന്താണ് ഷ്രെഡ് ചെയ്ത് ക്ലോസ് ആകുന്നതായിരിക്കും. അപ്പോൾ അതുവഴി പറയാൻ പറ്റത്തില്ല ബ്ലീച്ച്ബിറ്റ് എന്ന പ്രോഗ്രാം റൺ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയാണ്. അപ്പം ഇവർ പ്രൈവസി എന്ന് പറഞ്ഞ സാധനം കുറച്ച് ഭയങ്കര കാര്യമായിട്ട് അങ്ങ് എടുത്തേക്കാണ് കേട്ടോ. ഓക്കെ, അപ്പം അത്രയും കാര്യങ്ങളാണ്. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ചില ഫയൽസ് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ചില വേണ്ടാത്ത ഫയൽസ് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിത് റൂട്ടായിട്ട് റൺ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ലോക്കലൈസേഷൻസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. എന്താണ് ഈ ലോക്കലൈസേഷൻസ് എന്ന് പറഞ്ഞാൽ ലാംഗ്വേജസ് ആണ്. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു പ്രോഗ്രാം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ കുറേ ലാംഗ്വേജസ് വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ലാംഗ്വേജസിൽ വേണ്ടാത്ത ലാംഗ്വേജസ് കളയാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷനാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലാംഗ്വേജസ് എങ്ങനെ തീരുമാനിക്കുന്നത് ഏതാണ് വേണ്ടാത്തതെന്നുള്ളത്, അതിന് പ്രെഫറൻസിനകത്ത് നമുക്ക് ചെല്ലേണ്ടി വരും. അവിടെ ലാംഗ്വേജസിനകത്ത് ചെന്നിട്ട് ഇവിടെ ടിക്ക് കൊടുത്താൽ മതി. ഓക്കെ, ഇപ്പോൾ ഇംഗ്ലീഷാണ് ഡിഫോൾട്ടായിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, വേറെ ഏതെങ്കിലും ലാംഗ്വേജ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ടിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ടിക്ക് കൊടുക്കാത്ത ലാംഗ്വേജസ് നിങ്ങളുടെ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ അത് എന്താണ് ടിക്ക് കൊടുത്ത് ക്ലീൻ കൊടുത്തു കഴിഞ്ഞാൽ അത് ക്ലീൻ ചെയ്യുന്നതായിരിക്കും. അതിനാണ് ഇവിടെ അതിൻ്റെ വാർണിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഓക്കെ, അപ്പോൾ അത്രയാണ് കാര്യങ്ങൾ. ബാക്കി നിങ്ങൾ തന്നെ സ്വയം ഡിസ്കവർ ചെയ്യുക ഈ ബ്ലീച്ച്ബിറ്റിനകത്ത് എന്തൊക്കെയുണ്ടെന്നുള്ളത്. പിന്നെ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് സെക്ഷനകത്ത് കമൻറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ ലൈക്ക് കിട്ടുന്നുണ്ടെങ്കിൽ യൂട്യൂബ് എന്ത് ചെയ്യും, ഈ വീഡിയോ കൂടുതൽ പേർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ.